പോണം. പക്ഷെ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. അതെങ്ങനെ മേപ്പോഴും അത്രയും മുളിപ്പോണ്ടേ. അവരോട് ചോദിക്കും എങ്ങനെയാണ് ചേട്ടനൊക്കെ പോയത്. വണ്ടി ഇതിനകത്തിട്ടുണ്ടായിരിക്കും. വണ്ടിയില്ലേ, വണ്ടി അവിടെ ഉണ്ട്. भैया गाड़ी चलेगा उधर अंदर तक जाता हूँ लगाते ना। ബാക്കിൽ വരുന്ന കാണിക്കാം. ഞങ്ങൾ മയർ അമ്പലത്തിലാണ് നിൽക്കുന്നത്. മയറിലാണ് നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലും വലിയ തിരക്കായി പോയിരുന്നു. എന്തിനാ ഇല്ല നമുക്ക് എടുക്കുക അവിടെ. ആ ഭയങ്കര ഇതാണ്. ഇത്ര തിരക്കില്ല. വൈകുന്നേരം വന്നാലേ ഒന്നുമില്ല. ഇതിറങ്ങാം. എവിടെ വേണ്ട വേണ്ട. ഞങ്ങൾ ഹൈദരാബാദിൽ അല്ല നാഗ്പൂരിൽ ഇന്നലെ താമസിച്ചു.
ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി. 10 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. ഇനി 10 മണിക്കൂറുണ്ട് ഹൈദരാബാദിന്. ഹൈദരാബാദിലാണ് അടുത്ത സ്റ്റേ വരുന്നത്. ഇപ്പം ഇറങ്ങാൻ പോവുക. ഞങ്ങൾ ഒരു 10 മണിയായിപ്പോയി. ഇറങ്ങിയത് ഇച്ചിരി കൂടുതലായിട്ട് ഇറങ്ങിപ്പോയി. നാഗ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുവാണ്. സാധാരണ നമ്മള് രാവിലെ ഒരു 5 മണിയോടെ ഞങ്ങൾ 4 മണി 5 മണിക്കാണ് എപ്പോഴും യാത്ര ആരംഭിക്കുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വീട്ടിലേക്കുള്ള യാത്രയല്ലേ, അതുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു സമാധാനമായിട്ട് പോകാമല്ലോ എന്നോർത്ത് കുറച്ചു നേരം ഉറങ്ങി. ക്ഷീണമൊന്നുമില്ല. ഞങ്ങൾ യാത്ര തിരിച്ചതേ ഉള്ളൂ. ഇത് ഈ കാണുന്നത് നാഗ്പൂര് ദൃശ്യങ്ങളാണ്. ചേട്ടനോ സംസാരിക്കാനായിട്ട് നാഗ്പൂരിന്റെ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഇവിടെ സമയമില്ല. നമുക്ക് ഇനി വീട്ടിലെത്തണം. ഇത്ര ദിവസം ആയതുകൊണ്ട് നമുക്ക് വീട്ടിലെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും നിൽക്കുന്നില്ല. 1-2 സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ നേരത്തെ തന്നെ തിരിച്ചു പോരുവാണ്. ഇവിടുന്ന് ഇനി 10 മണിക്കൂർ യാത്രയുണ്ട്. ഹൈദരാബാദിന് 10 മണിക്കൂറുണ്ട്. ഇന്ന് ഇച്ചിരി കുറച്ച് താമസിച്ചു പോയി. ഇന്നലെ ഏകദേശം 14 മണിക്കൂറോളം വണ്ടി ഓടിച്ചു. രാവിലെ 5 മണിയായപ്പോൾ പോകുന്നതാണ്. വാരണാസിയിൽ നിന്ന് നാഗ്പൂർ വരെ ഓടിച്ചു. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ തെലങ്കാനയിലേക്ക് തിരിച്ച് കയറി. തെലങ്കാനയിൽ നിന്ന് ഇനി ഒരു ഹോട്ടൽ കാണണം. ഒരു ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണം, ഉച്ചഭക്ഷണം കഴിക്കണം. ഒരു 300 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് എത്തും. അവിടെ താമസിക്കും. 300 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് എത്തും. അവിടെ താമസിച്ച് ഞങ്ങൾ നാളെ ബാംഗ്ലൂരേക്ക് തിരിക്കും. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു.